ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം ശ്രീകൃഷ്ണ പരമാത്മനേ നമഃ. ഓം ശ്രീ ഗുരുഭ്യോ നമഃ. ഹരി ശ്രീ ഗണപതയേ നമഃ. ഗോവിന്ദ ഹരേ ജയ ഗോവിന്ദ ഹരേ ജയ ഗോവിന്ദ ഹരേ ജയ ഗോവിന്ദ ഹരേ ജയ ഗോവിന്ദ. ശിവരാമദേവദേവേശ കൃഷ്ണ ഗോവിന്ദ പ്രിയ ശൗരേ ദേവകീ സുതാ ജയ. ഇത്തരം തിരുനാമകീർത്തനം ചൊല്ലി വന്നോരുത്തമേ കിളിപ്പെണ്ണേ ശുദ്ധമാനസേ ബാലേ. പുത്തൻ തെൻപഴം പഞ്ചസാരയും ഇളനീരും ചിത്തകൗതുകത്തോടു ഭുജിച്ചു വസിച്ചു നീ. മൂഢരാം ഞങ്ങൾക്കെത്നം കൂടാതെ വിരവോടു ഗൂഢമാം മോക്ഷമാർഗം ഉപദേശിച്ചിടണം. കേടറ്റ വാക്യമേവം കേട്ടോരു നേരം കിളിപ്പേടയും കുതൂഹലമാം വണ്ണമുര ചെയ്തു. വൈശാഖ മാഹാത്മ്യം കിളിപ്പാട്ട് അധ്യായം 21. സർവദേവാത്മകൻ സർവദേവാമയൻ സർവദാ വിഷ്ണുപ്രിയൻ തത്വശസ്ഥിതൻ മാധവനോടു വിപരീത ഭാവമായി ഏതുമേ ചെയ്വീല കേൾപ്പാനുമില്ലഹോ. വൈഷ്ണവന്മാരെ കുറിച്ചു വാത്സല്യവും തത്പ്രിയനാകിൽ കരസ്ഥിതം മോക്ഷവും ചിത്പുമാനെത്രയോമിഷ്ടൻ സദാമതൻ പൂർവഗന്ധാനുഗമായി ലിംഗം വിട്ടു. ദുർവികരബലമെന്ന പോലെ നരൻ നാരായണ പദം പ്രാപിക്കും അവ്യയം. സാരം ഹരേരതി പ്രാജ്ഞ സദാജനം ശംഖോക്തി കേട്ടു ചോദിച്ചു കിരാതനും. പങ്കജാക്ഷപ്രിയന്മാരവർ തന്നെ ചൊല്ലുള്ള മാഹാത്മ്യമെങ്ങൾക്കറിവില്ല. ചൊല്ലുക എന്നതിൻ കാരണമെന്നതും അപ്പോൾ അരുൾ ചെയ്തു കേൾക്ക നീയെങ്കിലോ. കേൾപ്പേറുമീ ഭുവന പ്രാണനായകൻ അശ്വമേധാർത്ഥം പുരാസു ഗംഗാതടേ. വിശ്വംഭര മുഴുതാൻ ഹലേന തഥാ പുറ്റിനകത്തു സമാധി നിരതനായി. മുറ്റും തപസ്സു ചെയ്യുന്ന മുനിയുടെ കണ്ഠദേശേ കുടി കൊണ്ടപ്പോഴുണ്ടായൊരിണ്ടൽ പൂണ്ടാശു കോപേന കണ്ണ മുനി. ഇന്നു മുതൽ ജഗൽ പ്രാണകീർത്തി പ്രഭ മൂന്നു ലോകത്തിലും ഇല്ലാതെയാകെന്നാൽ. ഗന്ധവാഹൻ ബലാൽ ഇങ്ങനെ കേട്ടപ്പോൾ ചിന്തിച്ചു ചൊല്ലിനാൻ കണ്വ മുനിയോടു വീതവരധനാം എന്നെ ശപിച്ച നീ. ബോധഹീനം ഗുരുദ്രോഹിയായി വർത്തിക്ക കോപം സഹിയാഞ്ഞിരുവരും അന്യോന്യ ശാപമിട്ടാനതു കാരണമായിപ്പോൾ ഗൂഢമായി മാരുത കീർത്തിയറിഞ്ഞാലും. പ്രൗഢനല്ലായകയുമല്ല സമീരണൻ യുദ്ധം കിരാതനോടമ്മുനെ ചൊല്ലിനാൻ. അധ്യായവും 21 ചൊല്ലിനേൻ. യുദ്ധം കിരാതനോടമ്മുനെ ചൊല്ലിനാൻ അധ്യായവും 21 ചൊല്ലിനേൻ. ഇതി വൈശാഖമാഹാത്മ്യേ ഏകവിംശോऽധ്യായഃ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം ഗുരുഭ്യോ നമഃ.